ഇന്ത്യൻ പോലീസ് സേനയുടെ മോചനത്തിനും സംഘാടക സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത ബൊക്കോറോയിലെയും ജെറോദയിലെയും കാൺപൂരിലെയും ബോംബെയിലെയും മുഴുവൻ ധീര രക്തസാക്ഷികളുടെയും ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. രാജ്യത്തെ വിവിധ സേനകളിലെയും പോലീസ് സേനയുടെയും അംഗങ്ങൾ, രാഷ്ട്രീയ, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലയിലെ വ്യക്തിത്വങ്ങളടക്കം നിരവധി പേർ ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിയുണ്ടായിരുന്നു. മുൻ ആഭ്യന്തര ഉപമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ശ്രീ കെ പി വിശ്വനാഥൻ, മുൻ MLA ശ്രീ കാനം രാജേന്ദ്രൻ, മുൻ MP ശ്രീ ഇന്നസെന്റ്, ഹരിതവിപ്ലവ നായകൻ ഡോക്ടർ MS സ്വാമിനാഥൻ, ആദ്യ സുപ്രീം കോടതി വനിതാ ജഡ്ജ് ശ്രീ ഫാത്തിമ ബീവി, മുൻ സ്പീക്കർ ശ്രീ വക്കം പുരുഷോത്തമൻ, മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, ഡോക്ടർ L കുഞ്ഞിരാമൻ, പ്രൊഫസർ P ശോഭീന്ദ്രൻ, ചലച്ചിത്ര മേഖലയിലെ പ്രേകനായിരുന്ന ശ്രീ മാമുക്കോയ, സംവിധായകൻ സിദ്ദീഖ്. രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുന്നതിനായി കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സലിൽ എസിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കൊടിയ പീഡനങ്ങൾക്കെതിരെ ആദ്യമായി അടിമയുടെ ശബ്ദം അവസാനിപ്പിക്കുവാൻ ആയുധമുയർന്നപ്പോഴാണ് അവിടെ രക്തസാക്ഷി പിറക്കുകയായിരുന്നു. ചൂഷണത്തിൻ്റെ കറുത്ത നാളുകളിൽ ചൂഷണരഹിതമായ പുലരി സ്വപ്നം കണ്ടതിന് കഴിമരങ്ങളും കൊലക്കയറുകളും കണക്ക് പറഞ്ഞപ്പോൾ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ആയുധങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുവാനാവാത്ത വർഗബോധത്തിന് കനലും കൂരിരുട്ടിലും വെളിച്ചമായി പടരുന്ന തിരിച്ചറിവിൻ്റെ തുടുപ്പാണവർ. നാളെയുടെ സമരഭൂമി ചരിത്രം കരുതിവെച്ച ഇന്ധനങ്ങളെ ജ്വലിപ്പിക്കാൻ അതാണ് രക്തസാക്ഷിത്വം. മാനവരാശിയുടെ വിമോചനത്തിനായി പോർമുഖങ്ങളിൽ അടരാടി വീണവർ രക്തസാക്ഷികൾ. ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുൻപിൽ ഈ സമ്മേളനം ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, വളരെ നാളുകളായി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ആദ്യം ചെയ്തത് കുളക്കട ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ അവർക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ കൊല്ലം റൂറൽ ജില്ലയിൽ നിന്ന് സർവീസിലിരിക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകരുടെ മക്കൾക്ക് അവർക്ക് അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ വളരെ മനോഹരമായ സ്പോർട്സ് മത്സരങ്ങൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങി ഷട്ടിൽ ബാഡ്മിൻ്റൺ തുടങ്ങിയ കായിക മത്സരങ്ങൾ നടത്തുകയും വളരെ നല്ല രീതിയിൽ എല്ലാവരും അതിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസ് സംഘടനയുടെ സമ്മേളനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന, നിയമപരമായി തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ സംഘടനയുടെ സമ്മേളനങ്ങളാണ് ഈ കഴിഞ്ഞ കാല സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മുടെ അംഗങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ. പോലീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിൻ്റെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സംഘടനയുടെ വർത്തമാനകാല പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അതിൻ്റെ ചരിത്രമടക്കമുള്ള കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ അത് നിങ്ങൾക്ക് കേൾക്കാനുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും സൂചിപ്പിക്കുന്നില്ല. പോലീസ് സംഘടനകളുടെ യൂണിറ്റ് സമ്മേളനം അടക്കം ചേരുമ്പോൾ ഇന്ന് നിറഞ്ഞ ആൾക്കൂട്ടമാണ് കണ്ടുവരുന്നത്. പോലീസ് സംഘടനയുടെ യോഗങ്ങളിൽ ഇത്തരത്തിലുള്ള അംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി പങ്കെടുക്കുന്നത് ഇന്നത്തെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്. കേരളത്തിൻ്റെ പോലീസ് സമൂഹത്തിലും ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും പൊതുവെ കേരള സമൂഹത്തിന് ആത്മഹത്യ നിരക്ക് കൂടിയ ഒരു സംസ്ഥാനമാണ്. പണ്ടെല്ലാം തന്നെ ഒരു 10-30 വർഷക്കാലത്ത് മുമ്പ് ചിന്തിച്ചാൽ പ്രധാനമായിട്ടും പോലീസിനകത്തുള്ള വിഷയങ്ങളെല്ലാം തന്നെ മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇന്ന് അത് തുലവും തുച്ഛമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. കഴിഞ്ഞ ദിവസം കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവിധ കായിക മത്സരങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത്.
ഇതിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റനായി വന്നത് ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റിയുടെ കമ്മീഷണർ ശ്രീ വിവേക് കുമാർ JPS ആണ്. ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ തന്റെ സ്വന്തം ടീമിനെ ഗ്രൗണ്ടിലേക്ക് നയിച്ചു കൊണ്ടുവന്ന് KPയുടെ ജില്ലാ പ്രസിഡന്റ് വിജയൻ അമ്പയറായിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ നയിച്ചു കൊണ്ടുവന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറുമായി ചേർന്ന് ടോസ് നേടുകയും ആ ടോസിൽ വിജയിച്ച് അദ്ദേഹം തന്റെ ടീമിന് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുവാനുണ്ടായത്. ഫീൽഡിംഗ് തിരഞ്ഞെടുത്തുകൊണ്ട് കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്റെ ടീമിന് വേണ്ടി വിക്കറ്റ് ഇടുന്ന ഒരു ഉദ്യോഗസ്ഥനെ, സിവിൽ പോലീസ് ഓഫീസറായാലും കിളിയല്ലൂർ CI ആയാലും അദ്ദേഹം ഓടി വന്ന് അനുമോദിക്കുന്ന രീതി, ഒപ്പം തന്നെ അടുത്ത 5 ഓവറിൽ തങ്ങളുടെ ഗെയിം എങ്ങനെ ടീമിന്റെ പ്ലാൻ മാറ്റിക്കൊണ്ട് അവരുടെ എല്ലാം തന്നെ കൂടി നിന്ന് സംസാരിക്കുന്ന രീതി, ഇതെല്ലാം ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. പണ്ടെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ, നമ്മുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ SP എല്ലാം തന്നെ ഒരു സ്റ്റേഷൻ വിസിറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന മുറിയുടെ മുമ്പിൽ കൂടെ പോകാതെ തൊട്ട് പുറകിലുള്ള ഏതെങ്കിലും വഴിയിലൂടെ തന്റെ സ്റ്റേഷനുള്ളിൽ കടന്നു പോകുന്നതിന് വ്യത്യസ്തമായി ഇന്ന് കേരളത്തിലെ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നുപോയി തന്റെ ജോലികളിൽ വ്യാപൃതരാകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. കേരളത്തിൽ നടന്നു വരികയാണ്. കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റി അതിൻ്റെ 9ാമത് ജില്ലാ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മെയ് മാസം 28-ാം തീയതി സംഘാടക സമിതി രൂപീകരിച്ച് കൃത്യമായ പ്രവർത്തനം കഴിഞ്ഞ ഒരു മാസമായി ഈ ജില്ലയ്ക്കകത്ത് നടത്തി വരികയാണ്. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി സംബന്ധമായ വിഷയവും ഒപ്പം ഇന്ന് ദൈനംദിനം അവരുടെ ഡ്യൂട്ടി അവരിൽ ഏൽപ്പിക്കുന്ന മാനസിക ആഘാതവും എല്ലാം തന്നെ സംഘടന കൃത്യമായി ചർച്ച ചെയ്തും അവലോകനം നടത്തി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പോലീസ് മേഖലയിലുള്ള ഇതേപോലെയുള്ള യൂണിഫോംഡ് സർവീസുകളിൽ ഔദ്യോഗികമായ ഒരു സംഘടന ഉണ്ടാവുക എന്നുള്ളത് സംഘടനയിലെ അവിടുത്തെ ജീവനക്കാർക്കും തൊഴിലെടുക്കുന്നവർക്കും സേനാംഗങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിന് നല്ലതാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇത്തരൊരു സംവിധാനമാണ്. ഇന്ന് വളരെ പക്വതയുള്ള ഒരു സംഘടനയായി ഈ സംഘടന വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സേനയിലെ മുഴുവൻ ആളുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ സർവീസ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ സേവന വേതന വ്യവസ്ഥകൾ മാത്രമല്ല, എല്ലാ ആ മേഖലയിലെ ആളുകളുടെ കുടുംബങ്ങളുടെയൊക്കെ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ഒരു കുടുംബത്തിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിരന്തരം ഇടപെടുന്നതാണ് ഈ സംഘടനയുടെ പൊതുരീതി. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ആളുകളെന്ന നിലയിൽ പോലീസ് സേനയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഈ സംഘടനയുടെ പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും ഭാഗത്തുനിന്ന് എപ്പോഴും കേൾക്കാൻ അതിന് പല തരത്തിലും കേൾക്കാനുള്ള അവസരം കിട്ടുന്ന ഒരാളാണ്. പോലീസിൻ്റെ സംഘടന തന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 10 ലക്ഷം രൂപയാണ് അല്ലേ ഇപ്പോൾ കൊടുക്കുന്നത്. 10 ലക്ഷം രൂപയോളം കൊടുക്കുന്നത് വലിയ പദ്ധതിയാണ്, ചെറിയൊരു കാര്യമല്ല. ഇത് കൂടാതെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും മറ്റ് ഇൻഷുറൻസും എല്ലാം ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഷുറൻസും ഇപ്പോൾ പുതുക്കിയത് തീരെ ചെറിയ തുകയല്ല, മെച്ചമായ തുകയാണ്. അപകട മരണത്തിന് 15 ലക്ഷമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ്. നേരത്തെ 10 ലക്ഷമായിരുന്നു. നേരത്തെ അപകട മരണത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ സ്വാഭാവികമായ മരണത്തിന് 5 ലക്ഷവും എന്ന നിലയിലേക്ക് ഒരു പുതിയ അമെൻമെന്റ് കൊണ്ടുവന്നു. അതൊക്കെ വലിയ തോതിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഈ ബഡ്ജറ്റും ഗവൺമെന്റ് നയങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നു. എന്നാൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്ക് സ്വാഭാവിക മരണത്തിന് 5 ലക്ഷം എന്ന് പറയുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ജീവാനന്ദം എന്ന് പറഞ്ഞ പരിപാടി നിങ്ങളെയൊക്കെ ആശങ്കപ്പെടുത്തി, പോലീസുകാരെ പോലും ഭയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. ഞാൻ സാധാരണ ഭയം അത്ര പെട്ടെന്ന് വരാത്തവരാണെന്നാണ് പോലീസുകാരെ. ജീവാനന്ദം എന്ന പദ്ധതി പെൻഷനേ ഇല്ലാത്ത പൊതുമേഖലാ രംഗത്തും ഇനി സർക്കാർ സംവിധാനത്തിൽ തന്നെ ഉള്ളവർക്ക് തന്നെ ഒരു നിക്ഷേപം എന്ന നിലയിൽ കിട്ടുന്ന ആനുവിറ്റി സ്കീം വേണമെങ്കിൽ ചേരാം. അപ്പോൾ ഇത് ജീവനുണ്ടെങ്കിലും ജീവാനന്ദം നടത്താൻ സമ്മതിക്കില്ല എന്നാണ് പ്രമുഖരായ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞ അതൊരു കേരളത്തിലെ ഒരു പൊതു സ്വഭാവമാണ്. കാര്യം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചർച്ച ചെയ്തതിന് പോലെ ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അങ്ങനെ വിവാദങ്ങൾ വരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ അപ്പുറമായി നമ്മുടെ സർവീസിനെയൊക്കെ നന്നായി നിലനിർത്തി കൊണ്ടുപോകാൻ
നമുക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞ പോലീസ് അസോസിയേഷൻ തന്നെ നടപ്പിലാക്കിയ കുടുംബത്തിനെ സഹായിക്കുന്ന പദ്ധതി, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ധാരാളം പദ്ധതി, നിങ്ങളുടെ കാൻറ്റീൻ പോലെയുള്ള വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ, പല പ്രവർത്തനങ്ങളും സൊസൈറ്റിയും ഒക്കെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റൈറ്റ്സ് കൂടാതെ കുറേ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഗ്യാരണ്ടി ചെയ്യുന്നു. ജനങ്ങൾ അവരുടെ റൈറ്റ്സിന് വേണ്ടി, അവർക്കുള്ള റൈറ്റ്സ്, നമ്മൾ ലോകത്തെ ഏത് ഭരണഘടന എടുത്ത് നോക്കണം, ഏത് ഭരണം നോക്കിയാലും ഇത്രമാത്രം സ്വാതന്ത്ര്യം കിട്ടുന്ന, ഇത്രമാത്രം സ്വാതന്ത്ര്യം എൻഷുർ ചെയ്യുന്ന ഒരു ഭരണഘടന ലോകത്തില്ല. നമുക്കറിയാം, ഭൂവിസ്തൃതിയിൽ ലോകത്തെ 7ാമത്തെ വലിയ രാജ്യമാണ് നമ്മുടെ ഭാരതം. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആ ഒരു ഗ്യാരണ്ടി നമുക്ക് തരുന്നു, റൈറ്റ്സ് നമുക്ക് തരുന്നു. പക്ഷേ പലപ്പോഴും പല സംഘടനകളും റൈറ്റ്സിന് വേണ്ടി ഘോരഘോരം ബാധിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസ് സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പല സംഘടനകളുണ്ട്. മനുഷ്യാവകാശ സംഘടനകളായാലും, അതിനെ ബേസ് ചെയ്ത സംഘടനകളാണെങ്കിലും, രാഷ്ട്രീയമായ ബേസ് ചെയ്ത സംഘടനകളാണെങ്കിലും, സാമുദായികമായ ബേസ് ചെയ്ത സംഘടനകളാണെങ്കിലും എല്ലാം തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി ആഹോരാത്രം നിലവിളിക്കും അല്ലെങ്കിൽ സമരം ചെയ്യും. പക്ഷെ അവരുടെ ഡ്യൂട്ടീസിനെ സംബന്ധിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റിനെ സംബന്ധിച്ച്, അവരുടെ സമൂഹത്തിലെ കടപ്പാടുകളെ സംബന്ധിച്ച് സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്.